നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പോയി തരുമോ? പറഞ്ഞിട്ട് കിടന്നുറങ്ങുന്നത് അവിടുന്ന് ഒരാള് സമാധാനം ഉറങ്ങാൻ സമ്മതിക്കൂലല്ലോ. നമുക്ക് സമാധാനം ഉണ്ടാക്കാം. നീ കാര്യം പറഞ്ഞിട്ട് ഉറങ്ങ്. ഞാൻ ഉറങ്ങിയിട്ട് പറയാം. കാര്യം പറ. ഞാൻ പറഞ്ഞു തരാം. പിന്നെ നീ ഇപ്പൊ പറഞ്ഞോ? പിന്നാണല്ലോ പറയണ്ടേ, ഇപ്പൊ പറ. എന്റെ പൊന്നമ്മായി, നിങ്ങളെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിട് പ്ലീസ്. അവിടെ ഉറങ്ങാൻ പോവാണോ? എടി എടി പറഞ്ഞിട്ട് ഉറങ്ങും. ചേടാ ഡേ എന്താ രണ്ടുപേരും കൂടെ രാധാലക്ഷ്മി ഇവിടുന്ന് ഓടിക്കാനുള്ള ചർച്ചയിലാണോ? രാത്രി ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുള്ള അവരെ നമ്മൾ എന്തിനാ അപ്പച്ചി ഇവിടുന്ന് ഓടിക്കാൻ നിക്കണേ? അതൊക്കെ ശരിയാ, പക്ഷേ രാധാലക്ഷ്മിയെ പറ്റി നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പാടില്ലാത്തത് കൊണ്ടാ. അവരെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലാക്കിയതാണ്. അവര് ശരിക്കും നരപരാധിയാണ്. ഇത്രല്ലേ ഉള്ളൂ. അതൊക്കെ ശരിയാ, പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. സീതാലക്ഷ്മി കരഞ്ഞാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയെന്ന് രാധാലക്ഷ്മി അറിഞ്ഞ അവളുടെ സ്വഭാവം മാറും. പിന്നെ ആര് വിളിച്ചാലും കിട്ടത്തില്ല. ചേടാ, ഈ അപ്പച്ചി പറയുന്ന കേട്ടാ തോന്നുന്നു നമ്മളെല്ലാവരും ഇവിടുന്ന് അടിച്ചിറക്കിയാണ് നാത്തൂനെ വിട്ടതെന്ന് അല്ലേ? അപ്പച്ചി ഒരുമാതിരി വർത്താനം പറയരുത് കേട്ടോ. എടി, നിങ്ങളൊക്കെ തോന്നിയതുപോലെ കല്യാണം കഴിച്ചതുകൊണ്ടല്ലേ ആ വിഷമത്തിൽ അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. കല്യാണം കഴിക്കുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ല അപ്പച്ചി. ഇങ്ങോട്ടൊന്ന് ഇരുന്നേ. എന്തിനാ? ഇരിക്കെ, ഒരു കഥ കേൾക്കാം. രാധാലക്ഷ്മിയുടെ കഥ കേൾക്കാം. ആണോ? നീ പറ. അത് പിന്നെ പറഞ്ഞ പോരെ അമ്മായി. പറയാനേ. അതെ, ഇന്നലെ ഞാൻ മുറിയൊക്കെ റെഡിയാക്കിയിട്ട് കിടക്കാൻ വേണ്ടി അവരെ വിളിക്കാൻ ചെന്നു. ഞാൻ നോക്കുമ്പോഴേ അവര് ചുമരിനോട് സംസാരിച്ചോണ്ട് നിക്കുക. ചുമരിനോട് സംസാരിച്ചോണ്ട് നിക്കുക. എന്തൊക്കെയോ പറയുന്നു. എനിക്ക് ചെറുതായിട്ടൊരു സംശയമുണ്ട്, അവർക്ക് വട്ടാണോന്ന്. അതൊക്കെ അവളുടെ അടവാ. അയ്യ, എന്നിട്ട് ഇന്നലെ അവരോട് സ്നേഹം കാണിക്കുന്ന കണ്ടല്ലോ. എടി, അത് പേടിച്ചിട്ടാടി. അയ്യേ, എനിക്കെന്തിനാ പേടി അവളോട്? അവരുടെ പേര് പറഞ്ഞപ്പോഴേ കണ്ണും തള്ളി നിൽക്കുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു. പോവണേ അവിടെ. അതെ, നിങ്ങളെ ഓർത്തിട്ടാ. നീ ബാക്കി പറഞ്ഞേ. പിന്നെ അവരേതൊക്കെയോ ജയിൽ പുള്ളികളുടെ കാര്യമാണ് പറഞ്ഞോണ്ടിരുന്നത്. ആരുടെ? ആരൊക്കെയാന്നറിയോ? ഭർത്താവിന്റെ കൈ വെട്ടിയ ഒരാള്, പിന്നെ ബസ്സിൽ പോകുമ്പോ കയറി പിടിക്കാൻ ചെന്ന ഒരു കണ്ടക്ടറെ, ഓടുന്ന ബസ്സിൽ തന്നെ ചവിട്ടി താഴെ കിട്ട ഒരു സ്ത്രീ, പിന്നെ ഒരാളുടെ കൂടെ പറഞ്ഞല്ലോ പിക് പോക്കറ്റ് ജിഞ്ച. അത് സിനിമാ പേരായിരിക്കും. ഓ, പോക്കറ്റ് അടിക്കാരി ജിഞ്ച. ജിഞ്ചാന്ന് പേരുള്ള ഒരു പോക്കറ്റ് അടിക്കാരി. അവരെ പറ്റിയൊക്കെ എന്തെല്ലോ കാര്യങ്ങൾ പറഞ്ഞു. സത്യം പറഞ്ഞ എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെങ്കിലേ കുഞ്ഞമ്മ ആളൊരു പാവാന്ന് തോന്നുന്നു. കുമാരിച്ചയുടെ കുഞ്ഞിനെ കാണാൻ വന്നേ, എന്നിട്ട് കുഞ്ഞിനെ നോക്കി കൊറേ നേരം സംസാരിച്ചിട്ട് ഒരേ കരച്ചിലായിരുന്നു. 24 മണിക്കൂർ ഇവർക്ക് ഈ കരച്ചിൽ മാത്രമേ ഉള്ളൂ. ചെലപ്പോ ആ വലിയ രൂപം മാത്രമേ ഉണ്ടാവുള്ളൂ. ലോല ഹൃദയായിരിക്കും, അതായിരിക്കും. കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത. അതെ അപ്പച്ചി, എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, ആ രാധാലക്ഷ്മിയുടെ അപ്പച്ചി വല്ല കാശ് വല്ലതും വാങ്ങിച്ചിട്ടുണ്ടോ? 24 മണിക്കൂർ അവരെ അങ്ങ് ബൂസ്റ്റ് ചെയ്തോണ്ടിരിക്കുക. സാറേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് പറയും. നീ ആരാ ചോദിക്കാൻ? നീ പാർട്ടിക്കാരുടെ നേരെ ചാടുന്ന പോലെ എന്റെ അടുത്ത് ചാടരുത് കേട്ടോ. ഉള്ള വിവരം പറഞ്ഞേക്കാം. അതിനവിടെ പേടിക്കുന്നു. പേടി തീരെ ഇല്ല. രാധാലക്ഷ്മി ഭയങ്കര സ്നേഹവാ, പേടിയേ ഇല്ല. അവച്ചി പോട്ടെ കേട്ടോ, ഞങ്ങൾ കണ്ടില്ല. ഞങ്ങള് മാത്രമേ അറിയത്തുള്ളൂ, ആരും പറയില്ല കേട്ടോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.